അതിനകത്തൊരു പാട്ട് പാടുന്നൊരു സീനുണ്ട്. ശരിക്കും ഇത് എങ്ങനെ പോയി അവസാനിക്കും എന്നൊരു ഫീൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു പാട്ട് വരുന്നത്. ശരിക്കും നമ്മൾ ആരും പ്രതീക്ഷിക്കുക, എൻ്റെ കൂട്ടത്തിലിരുന്നവരൊക്കെ ഇനിയിപ്പം വേറെ എന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊരു ഫീൽ ആയിപ്പോയി. കാരണം ആദ്യം ഞാൻ പ്രതീക്ഷിച്ചത്, പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ പ്രതീക്ഷിച്ചത് മ്യൂസിക് ഡയറക്ടർ അതിൻ്റെ മുമ്പ് കാണിക്കുന്നുണ്ട് അതിനകത്ത് പുള്ളിയായിരിക്കും പാട്ട് പാടുന്നത്. പെട്ടെന്നായിരുന്നു നോക്കുമ്പോൾ വിജയബാബു ഇരുന്ന് പാട്ട് പാടുന്നത്. എനിക്ക് ഏറ്റവും ടെൻഷൻ ഉണ്ടായിരുന്ന സീനാണ് ലാൽജു. ഞാൻ പലപ്പോഴും ഞാൻ സ്ക്രിപ്റ്റിന്റെ സമയത്തൊക്കെ ലാൽജു സാറിന് ചോദിച്ചിട്ടുണ്ട്. പറഞ്ഞല്ല, അത് ആ ക്യാരക്ടറിന്റെ കൂടെ ആൾക്കാർ നിന്നിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, നിന്നിട്ടില്ലെങ്കിൽ ഇത് മൊത്തത്തിൽ റിസ്ക്കാണ്, സിനിമ മൊത്തത്തിൽ റിസ്ക്കാണ്. ആ ക്യാരക്ടറിന്റെ കൂടെ ഫസ്റ്റ് ഹാഫിൽ ആളുകൾ നിന്നിട്ടില്ലെങ്കിൽ സെക്കൻഡ് ഹാഫിലെ ഓരോ സീനും കൂടും. ഒരു സീനല്ല, എല്ലാ സീനും അതേപോലെ ടെൻഷനുള്ള. പാട്ട് പാടുന്നേക്കാൾ അതിന്റെ ഒരു ഇൻട്രസ്റ്റ്. പിന്നെ പേഴ്സണലി എനിക്ക് ഭയങ്കര ടെൻഷനുള്ള സീനാണ്. ഞാൻ പാട്ട് പാടാറില്ല, ഞാൻ ഗിറ്റാർ വായിക്കാറില്ല, എൻ്റെ ബോഡി ലാംഗ്വേജ് മ്യൂസിക്കിലല്ല. എനിക്ക് മ്യൂസിക് ഇഷ്ടമാണെങ്കിലും ഞാൻ അതിൻ്റെ ഏത് പാട്ടും ഞാൻ കേൾക്കും. പക്ഷേ ഒരു പാട്ടിന് ലിപ്പ് കൊടുക്കുക, അതിൻ്റെ കൂടെ ഗിറ്റാർ വായിക്കുക, അതിൻ്റെ കൂടെ അതിൻ്റെ ഇമോഷൻസ് കൊടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയിലെ ഏറ്റവും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. ഞാനത് വളരെ ലൈറ്റായിട്ട് എടുത്തു. ലാൽജു സാറിന്റെ മാജിക് കാണിക്കുന്നുണ്ട് ഈ സിനിമയിൽ ഒരെണ്ണം, അത് ഞാൻ വളരെ ഈസി ആയിട്ട് ട്രെയിൻ ചെയ്തെടുത്തു. പക്ഷെ ഈ സാധനം എനിക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അത് സീൻ ഉൾപ്പെടെയും, എന്നാൽ ഞാൻ ഇനാക്ട് ചെയ്യുന്ന രീതിയിലും എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ അതിനെക്കുറിച്ച് ആരും മോശം പറഞ്ഞിട്ടില്ല. വളരെ ബ്യൂട്ടിഫുൾ ആയി, ആ സോങ് വളരെ നന്നായിരുന്നു. അത് മാത്രമല്ല, പെട്ടെന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാത്തൊരു മൂവ്മെന്റ് ആയിപ്പോയത് അല്ലേ? സിനിമ കണ്ടപ്പോൾ എനിക്ക് അതായിരുന്നു ഫീൽ ചെയ്തത്. പെട്ടെന്ന് നമ്മളാരും പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു പാട്ട്. പക്ഷെ ഭയങ്കര നന്നായിരുന്നു. കാരണം നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ സോങ്ങിന്റെ ഒരു താളം, ആ സോങ് സിനിമ ഇറങ്ങുന്നത് വരെ ചാനൽസിലൊന്നും വന്നിട്ടില്ല. ഒരു സോങ് വന്നിട്ടില്ല, ഐ റിമെമ്പർ യു മാത്രമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്നുള്ള ഒരു മൂഡിൽ അത് ജനങ്ങൾ ഭയങ്കരമായിട്ട് അക്സെപ്റ്റ് ചെയ്തു. അത് നല്ലൊരു സ്ട്രാറ്റജിയാണ് സാർ. ആ പാട്ട് നേരെ വന്നത് സിനിമയിൽ മാത്രം. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, സൂപ്പർ സ്റ്റാറുകളുണ്ട് നമുക്ക്. അതിനിടയിലിട്ട് വന്ന് ഒരു ഇട വിട്ടിട്ട് കുറേ താരങ്ങൾ അതിൻ്റെ താഴോട്ട് വരുന്നുണ്ട്. ഇപ്പം ജയസൂര്യ അങ്ങനെയുള്ള ആക്ടേഴ്സ്. പക്ഷേ ഇതിനിടയിൽ ഒരു ആക്ടർ ഇല്ല സത്യത്തിൽ. ഈ പടം കണ്ടു കഴിഞ്ഞപ്പോൾ പലരും, എനിക്ക് തോന്നുന്നു വിജയഭവനോട് പറഞ്ഞിട്ടുണ്ടാവും ഓൾറെഡി ആൾക്കാർ, ഇതിനിടയിലുള്ള ഒരു ആക്ടറെ ഞങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഒരു സ്പേസ് ഉണ്ട്. ഞാൻ പ്ലേ ചെയ്യുന്നത് എൻ്റെ ഏജാണ്, ഒരു 32 to 35 ഏജ് ഗ്രൂപ്പിലാണ്. അവിടെ സ്പേസ് ഉണ്ട്. ആ സ്പേസിലാണ് എനിക്ക് അതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ എൻ്റെ ഏജ് വിട്ടുള്ള ഒരു ഇത് കളിക്കാൻ ഇച്ചിരി ഏജ് ഓവറായിട്ടാണ് ഞാൻ ഇതിൽ പ്ലേ ചെയ്യുന്നത്. പക്ഷെ ഞാൻ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഏജാണ്. എനിക്ക് വളരെ കംഫർട്ടബിൾ ആണ്. ഞാൻ എൻ്റെ ലുക്ക് എനിക്ക് ലുക്ക് മാറ്റണം. പക്ഷേ എൻ്റെ നാച്ചുറൽ ലുക്കിൽ നിന്നും എനിക്ക് ഇച്ചിരി ഗ്രേ താടിയിലുണ്ട്. ഞാൻ അത് വെച്ചിട്ടാണ് മിക്കവാറും ഉള്ള എല്ലാ സിനിമയിലും. അല്ലാതെ അത് കുറച്ചുകൊണ്ടുള്ള ഒരു ഗെയിമിനില്ല. ബിക്കോസ് അതിലാണ് ഞാൻ മോർ കംഫർട്ടബിൾ. മലയാള സിനിമയിൽ ആ ഒരു സ്പേസ് ഉണ്ട്. എനിക്കിപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം ആ സ്പേസിലുള്ള വേരിയേഷൻസ് ഉള്ള കഥാപാത്രങ്ങളാണ്. അങ്ങനെയുള്ള കഥാപാത്രങ്ങളാണ് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് തേടി വരുന്നത്. ഐ തിങ്ക് ഐ ഫിറ്റിംഗ് ഇൻ ടു ദാറ്റ് സ്പേസ് എന്നുള്ളതാണ്. ഇപ്പം ഈ സിനിമ ലൈഫിൽ ഈ ഒരു നീനയിലെ കഥാപാത്രം കൊണ്ട് എന്തൊക്കെ നേട്ടങ്ങൾ നേടി, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഗുണങ്ങളുണ്ടായത്? ഇല്ല, ഞാൻ വളരെ ഫ്രാങ്ക് ആയിട്ട് പറയുകയാണെങ്കിൽ, എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റിവിറ്റികൾ വന്നിട്ടുണ്ട്. പൈസ ഉള്ളവൻ എന്തു ആവാം, അവന് പടമെടുത്ത് അഭിനയിപ്പിക്കാം. നമ്മളൊരു സിനിമ ഇറങ്ങുമ്പോൾ തന്നെ ഇയാള് സ്വന്തമായിട്ട് പടമെടുത്ത് അതിൽ അഭിനയിക്കും, നമ്മൾ ഇത് ചെയ്യണമല്ലോ അത് ചെയ്യണോ. അപ്പോൾ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ഞാൻ സീരിയസ് ആണ് എന്നുള്ളത് എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ആ സമയത്ത് ബുദ്ധിമുട്ട്. മങ്കിപ്പൻ നല്ലതായിരുന്നിട്ട് കൂടിയും നെഗറ്റിവിറ്റി ഒരുപാടുണ്ടായിരുന്നു. ഈ സിനിമയിലൂടെ എനിക്ക് ഒരു ബാഡ് മെസ്സേജ് പോലും സോഷ്യൽ മീഡിയയിൽ വന്നിട്ടില്ല. എന്നെ കുറ്റം പറഞ്ഞവരല്ല ഈ സിനിമ കണ്ടിട്ട് നിങ്ങൾ സീരിയസ് ആണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വി ആർ വിത്ത് യു. അപ്പം ദാറ്റ് വൺ മൂമെന്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ്. ഒരു കുറ്റം പോലും, എന്നെ ഒരുപാട് നെഗറ്റിവിറ്റി പറഞ്ഞിട്ടുള്ളവരെ പോലും പേരെടുത്ത് പറയാൻ എനിക്ക് വേണമെങ്കിൽ ഒരുപാട് അതിൽ ഡയറക്ടേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, നോർമൽ സോഷ്യൽ മീഡിയയിൽ റിവ്യൂ ഇടുന്ന ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഒരേ സെന്റൻസിൽ ഹാറ്റ്സ് ഓഫ് ടു യു, ഡൺ എ ഗുഡ് ജോബ്. ഇതുവരെ നിങ്ങൾ സീരിയസ് ആയിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് തോന്നിയെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ഒരു ഭാവിയുണ്ട് ആക്ടിങ്ങിൽ എന്ന് പറഞ്ഞതാണ്. എനിക്ക് നമ്മൾ സീരിയസ് ആണ്, ഒരു പ്രൊഡക്ഷൻ കമ്പനി ഉണ്ടായത് കൊണ്ട് മാത്രം അഭിനയിക്കാനല്ല എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഈ ക്യാരക്ടർ കൊണ്ട് കഴിഞ്ഞു. ഓക്കെ, ഇതിലെ ഒരു പ്രൊഡക്ഷൻ കമ്പനി സ്വന്തമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പം ഇതിനെക്കുറിച്ച് ഏകദേശം നല്ല ധാരണ ഉള്ള ഒരു വ്യക്തിയായിരിക്കണമല്ലോ. ഇതിലൊരു ക്യാമറയുടെ ഒരു പ്രത്യേകത എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തതാണ്. ഇതിലൊരു ക്യാമറയുടെ ഒരു ഭംഗി, ഒരു
ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നമ്മൾ കാണുന്നത് ഒരു ഇംഗ്ലീഷ് മൂവി എങ്ങനെയാണോ സ്റ്റാർട്ടാവുന്നത് ആ ഒരു ലെവലിലാണ് ഇത് സ്റ്റാർട്ടായി വരുന്നത്. അതിനെക്കുറിച്ച് ഒന്ന് പറയാം. ഇത് ഒറ്റ വാക്കി പറഞ്ഞാൽ ജോമോൻ മാജിക് എന്നാണ് നമ്മൾ പറയുന്നത്. ഒരു സീൻ നമ്മൾ സ്ക്രിപ്റ്റിൽ കാണുന്നു, അത് സാറിന്റെ ഡയറക്ഷനിൽ അതിനൊരു വേറൊരു ഇത് വരുന്നു. അതിന്റെ സെക്കൻഡ് ലെവലിലേക്ക് എലിവേറ്റ് ചെയ്യുന്നത് അതിന്റെ ക്യാമറമാൻ, അതിന്റെ DOP ആണ്. അത് ജോമോൻ എന്ന് പറയുന്ന മജീഷ്യൻ, ഞാൻ ജോമോനെ മജീഷ്യൻ എന്നാണ് വിളിക്കുന്നത്. ഒരു സിമ്പിൾ ഞങ്ങളുടെ ഓഫീസ് എന്ന് പറയുന്ന കാണിക്കുന്ന ആ സ്ഥലം, ഷൂട്ട് ചെയ്ത സ്ഥലം വന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആക്കി ആ മൈത്രിയുടെ ഓഫീസാക്കി കാണിച്ചു എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമാണ്. ആ കൂർഗിൽ ഞങ്ങൾ ഡി അഡിക്ഷൻ സെന്റർ റിസോർട്ട്, അതിനെ ഒരു സ്വിറ്റ്സർലാൻഡ് പോലെ കാണിക്കുന്നത് ജോമോനാണ്. അത് ജോമോന്റെ മാജിക്കാണ്. അത് അദ്ദേഹത്തിന്റെ, അതാണ് പുള്ളി. ഈ വിൽ ഗോ ടു ഹയർ പ്ലേസസ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് DOP എനിക്ക് തോന്നുന്നു ഡയറക്ഷൻ അംബിഷൻ ഉള്ള ആളാണ്. അതായത് ഏറ്റവും നല്ല ഡയറക്ടറായി മാറും എന്നുള്ളതിൽ ഒരു സംശയമില്ല ജോമോന്റെ കാര്യം. അടുത്ത ഏതൊക്കെയാണ് ഇനി വരാനിരിക്കുന്നത്? അല്ല, ആക്ടിങ് വൈസ് എനിക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. ലാൽ ജോസ് സാറിനെ ലെറ്റ് ഡൗൺ ചെയ്യാൻ പാടില്ല. എൻ്റെ ഈ ക്യാരക്ടർ ഇഷ്ടപ്പെട്ടവരെ ലെറ്റ് ഡൗൺ ചെയ്യാൻ പാടില്ല. വളരെ കെയർഫുള്ളായിട്ട് ഞാൻ ആക്ട് ചെയ്യാൻ ചൂസ് എന്ന് പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇനി ചെയ്യുന്ന കഥാപാത്രം നന്നാവണം, ഇതിലും നന്നാക്കണം, അല്ലെങ്കിൽ ഇതുപോലെയെങ്കിലും വരണം എന്ന ആഗ്രഹമുണ്ട്. അങ്ങനെ ഒരു കഥാപാത്രം വരുന്നുണ്ടോ? വന്നേക്കാം. ഞാൻ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. സ്ക്രിപ്റ്റ്സ് ഡിസ്കഷനിലുണ്ട് ആക്ടിങ് വൈസ്. അത് വളരെ കെയർഫുൾ ആയിട്ട് നോക്കിയിട്ട് അടുത്ത പടം ചെയ്യും. പക്ഷെ ഞാൻ ചെയ്ത 2 പടങ്ങൾ, നീനയ്ക്ക് മുമ്പ് ചെയ്ത 2 പടങ്ങൾ റെഡി ആയിരിപ്പുണ്ട്. ഒന്ന് ആകാശവാണി, അതിന്റെ ഡബിങ് നടക്കുകയാണ്. റംസാൻ കഴിഞ്ഞിട്ടുള്ള ഗ്യാപ്പിൽ അത് റിലീസ് ചെയ്യും. ഡബിൾ ബാരൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അത് റംസാൻ റിലീസ് ചെയ്യും. ഇത് 2ഉം ഇതിനു മുമ്പ് ചെയ്തതാണ്. അതെങ്ങനെ വരുമെന്ന് നോക്കാം. പക്ഷെ ഇനി ചെയ്യുന്നത് വളരെ പ്രൊഡക്ഷൻ വൈസ് നമ്മൾ ഫ്രൈഡേ ഫിലിം ഹൗസ് എല്ലാ വർഷവും പുതുമുഖങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഡയറക്ടേഴ്സ് 2 സ്ക്രിപ്റ്റ്സ് ഇതുണ്ട്. ആദ്യം ചെയ്യാൻ പോകുന്നത് മുദ്ദുഗൗ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റാണ്. ഒരു പുതുമുഖ നായകനാണ്, പുതുമുഖ ഡയറക്ടറാണ്. ഒരുപാട് പുതുമുഖങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ അതിലൊരു നെഗറ്റീവ് കഥാപാത്രം ചെയ്യുന്നുണ്ട്. അത് നേരത്തെ തീരുമാനിച്ചതാണ്. ശക്തമായ ഒരു കഥാപാത്രമാണ്. എനിക്ക് നല്ല ശക്തമായ കഥാപാത്രം ചെയ്യണം എന്നാണ്. എൻ്റെ തന്നെ പ്രൊഡക്ഷനാണ്. ഇനി അധികം എൻ്റെ പ്രൊഡക്ഷനിൽ അഭിനയിക്കേണ്ട എന്ന് വിചാരിച്ചെങ്കിലും ഈ ക്യാരക്ടർ എനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് അത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഓഗസ്റ്റിലാണ് ഷൂട്ട്. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ പ്രൊഡക്ഷൻ അല്ലാത്തൊരു സിനിമയിൽ ഞാൻ അഭിനയിക്കും. അതിന്റെ ഡിസ്കഷൻസ് ഓൺ ആണ്. ഞങ്ങൾ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ അടുത്ത പടം കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റ് ഡിസ്കഷനിലാണ്. ഞാൻ അഭിനയിക്കുമെന്നൊന്നും പറഞ്ഞില്ല. അതിൽ വേറെ നായകനുണ്ടാവും. മങ്കിപ്പൻ ടീം റോജനും ഷാനിലും സ്ക്രിപ്റ്റ് എഴുതി ഒരു അസോസിയേറ്റ് മനോജ് ഡയറക്ട് ചെയ്യുന്ന പടമുണ്ട്, ഞങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ആർട്ടിസ്റ്റ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ തന്നെയാണ് ഫ്യൂച്ചർ പ്ലാൻസ്. ലാസ്റ്റ് തീരുന്നതിന് മുമ്പ് ഒരേ ഒരു കാര്യം പറഞ്ഞോട്ടെ. കാരണം എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് നല്ലൊരു പങ്ക് വഹിക്കുന്ന വ്യക്തിയാണ് വിജയ്, അല്ലേ? കാരണം എല്ലാവർക്കും ഭയങ്കര ചെയ്തിട്ടുണ്ട്. കാരണം ഭയമാണ് എല്ലാവർക്കും ഒരു പുതിയ ആക്ടറിനെ അല്ലെങ്കിൽ പുതിയൊരു നടനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. അതിൽ ഞാൻ നിങ്ങളുടെ ഫ്രൈഡേ പ്രൊഡക്ഷൻ ഹൗസിനെ ഹാറ്റ്സ് ഓഫ് യു. അപ്പം എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇനിയും ഇതുപോലുള്ള ക്യാരക്ടറുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.